കൂട്ടുകാരെ, ഇന്ന് എല്ലാരും വലിയ സന്തോഷത്തിലാണല്ലോ, വളരെ ഹാപ്പി ആണല്ലോ എല്ലാരും. സുഖാണ് എല്ലാവർക്കും? അതെ അല്ലേ? ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോ കാണുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇരുന്നിട്ട് ഒരാള് സിസ്റ്ററിനെ നോക്കി ചിരിക്കുന്നുണ്ട്. അത് ആരായിരിക്കും? നമ്മുടെ സ്വന്തം ഈശോ അല്ലേ? അതെ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലിരുന്ന് നമ്മെ നോക്കി ചിരിക്കുന്ന ഈശോയ്ക്ക് നമുക്ക് ഒരുമിച്ച് സ്തുതി ചൊല്ലിയാലോ? ചൊല്ലാം. ഇരുകരങ്ങളും കൂട്ടിപ്പിടിച്ച് ഈശോയ്ക്കൊന്ന് സ്തുതി ചൊല്ലിക്ക്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്കിരിക്കാം. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? നമ്മൾ ഈശോയുടെ മാമോദീസയെ കുറിച്ച് പഠിച്ചു അല്ലേ? പിന്നെ നമ്മുടെ മാമോദീസയെ നമ്മളൊന്ന് ഓർക്കുന്നുണ്ടായിരുന്നു നമ്മുടെ മാമോദീസ? ഇല്ല അല്ലെ? നമ്മൾ കുഞ്ഞു പാവന്മാരായിരുന്നു. നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നമുക്ക് വേണ്ടി വിശ്വാസം ഏറ്റുപറഞ്ഞ് നമ്മളെ ദൈവത്തിന്റെ സ്വന്തം മക്കളാക്കി മാറ്റിയതൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ? അപ്പൊ നമ്മള് ഈ ആഴ്ച പഠിക്കാൻ പോകുന്നത് 11ാമത്തെ പാഠത്തിന്റെ ആദ്യ ഭാഗമാണ് കേട്ടോ. 11ാമത്തെ പാഠത്തിന്റെ പേരെന്താണ്? പുസ്തകത്തിൽ ഒന്ന് നോക്കിക്കേ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ശിഷ്യന്മാർ അല്ലെ? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ശിഷ്യന്മാർ. അപ്പോ ഇന്ന് ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്താ നോക്കിക്കേ. നോക്കാം. എന്താണത്? ഒരു ഗിഫ്റ്റ് ആണല്ലേ? ഇനി ഒരു കാര്യം പറയട്ടെ, ഈ ഗിഫ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഗിഫ്റ്റ് നമുക്ക് സ്വർഗത്തിൽ നിന്ന് കിട്ടിയതാണ്. മാത്രല്ല, ഈ ഗിഫ്റ്റിന് ജീവനുണ്ട്. ഈ ഗിഫ്റ്റ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളെ എപ്പോഴും നയിക്കുന്ന, സഹായിക്കുന്ന ഒരു സൂപ്പർ 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 ഗിഫ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളും കൂപ്പിപ്പിടിച്ചേ, കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോയെ, അങ്ങ് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നതുപോലെ നല്ല കുഞ്ഞുങ്ങളായി വളരുവാൻ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരായി വളരുവാൻ, ഈശോയെ അധികം സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ ആരാ? ഈശോ നമ്മുടെ രക്ഷകനാണ്, ജീവദാതാവാണ് അല്ലേ? എപ്പോഴും നമ്മുടെ കൂടെ നടന്ന് നമ്മളെ നയിക്കുന്ന നമ്മുടെ കൂട്ടുകാരനാണ്. ഈശോ എവിടെയാണ് ജനിച്ചത്? ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ അല്ലേ? അതെ. എന്നിട്ട് ഈശോ 30 വർഷക്കാലത്തോളം ആരാലും അറിയപ്പെടാതെ രഹസ്യ ജീവിതം നയിച്ചു. അതിനുശേഷം ഈശോ മാമോദീസയൊക്കെ സ്വീകരിച്ച് പിന്നെ ഗലീലയിലുടനീളം ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് അത്ഭുതങ്ങളൊക്കെ ചെയ്ത് രോഗികളെ സുഖപ്പെടുത്തി അങ്ങനെ നടന്നു അല്ലേ? പിന്നീട് ഈശോ കുരിശിൽ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ചു. ഈശോ കുരിശിൽ മരിച്ചങ്ങോട്ട് പോയോ? ഇല്ല അല്ലെ? 3-ാം ദിവസം ഈശോ ഉത്ഥാനം ചെയ്തു. ഉത്ഥാനം ചെയ്തതിന് ശേഷം വീണ്ടും 40 ദിവസത്തോളം ഈശോ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. ശിഷ്യന്മാരുടെ കൂടെ നടന്ന് അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈശോ മരിച്ചു കഴിഞ്ഞപ്പം ശിഷ്യന്മാർക്ക് ആകെപ്പാടെ പേടിയായി. ശിഷ്യന്മാർ എന്താണെന്നറിയോ ഓർത്തോണ്ടിരുന്നേ? ഈശോ വലിയ രാജാവാകും, എന്നിട്ട് ഞങ്ങൾക്ക് ഈശോയുടെ കൂടെ ഇങ്ങനെ സന്തോഷത്തോടെ നടക്കാന്നാണ് ശിഷ്യന്മാരൊക്കെ വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷേ അവർക്ക് ആകെപ്പാടെ തെറ്റിപ്പോയി. ഈശോ മരിച്ചു കഴിഞ്ഞപ്പോ അവർക്കെന്തോ തങ്ങൾ ഒറ്റപ്പെട്ടു പോയി, കൂടെ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല, ഞങ്ങൾക്ക് ശക്തിയില്ല എന്നൊക്കെ ഒരു തോന്നലായി. അപ്പോ ഈശോ അവരോട് പറഞ്ഞിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-16 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. അതായത് ഈശോ പറഞ്ഞു, അങ്ങ് സ്വർഗത്തിൽ നിന്ന് ഒരു പവർ, ഒരു എനർജി
നിങ്ങളുടെ അടുത്ത് വന്ന് നിറയുന്നിടം വരെ നിങ്ങൾ ഒരിടത്തും പോവണ്ട, ഇവിടെ തന്നെ കഴിഞ്ഞാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാരെല്ലാവരും കൂടെ അവര് പേടിച്ചിരിക്കുകയാണല്ലോ. പരിശുദ്ധ അമ്മയുടെ കൂടെ സെഹിയോൻ മാളികമുറി എന്ന് വെച്ച വലിയൊരു റൂമാണ്. അവിടെ അവരെല്ലാവരുടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പവർ അവരുടെ അടുത്ത് വരും, ഒരു ശക്തി അവര് നിറയും എന്നൊക്കെ ഈശോ ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ അവരാ ശക്തി നിറയാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാരും ഒരുമിച്ച് കൂടി ഇരിക്കുകയായിരുന്നു ആ സെഹിയോൻ മാളികമുറിയില്. പെട്ടെന്ന് എന്താ സംഭവിച്ചത്? അതൊന്ന് നമുക്ക് കണ്ടാലോ? Now we can leave this place. കണ്ടില്ലേ നമ്മള്? അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ എന്താ നടന്നതെന്ന്? അതെ, കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ശബ്ദം അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അതായത് നമ്മുടെ നാവിന്റെ ഷേപ്പിലുള്ള അഗ്നിജ്വാലകൾ ശിഷ്യന്മാരുടെ എല്ലാം തലയുടെ മുകളിൽ കൂടെ വന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ടില്ലേ? അങ്ങനെ അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ അവരുടെ ഓരോരുത്തരുടെയും മേൽ വന്ന് നിറഞ്ഞു. ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്ന സൂപ്പർ ഗിഫ്റ്റ്. അവരെല്ലാവരും ആരാ നിറയപ്പെട്ടു? അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. ഇതാണ് നമ്മൾ ഇന്ന് പറഞ്ഞ നമ്മുടെ സൂപ്പർ ഗിഫ്റ്റ്. ഈശോ തന്ന ഗിഫ്റ്റ്, ദൈവം വാഗ്ദാനം ചെയ്ത ഗിഫ്റ്റ്, നമ്മുടെ കൂടെയുള്ള ഗിഫ്റ്റ്, നമ്മളെ നയിക്കുന്ന ഗിഫ്റ്റ്, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഗിഫ്റ്റ്. അതാണ് നമ്മുടെ സ്വന്തം പരിശുദ്ധാത്മാവ്. അപ്പോ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കണം, പരിശുദ്ധാത്മാവിന്റെ കൂടെ ആയിരിക്കണം. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടോ? ഉണ്ട് അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ തന്നെ മാമോദീസ വേളയിൽ തൈലാഭിഷേകം എന്ന കൂദാശയിലൂടെ നമ്മുടെ ഉള്ളിൽ നിറയപ്പെട്ടതാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയാനായിട്ട് ഒരു നിമിഷം നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചാലോ? ഒരു പാട്ട് പാടാം. ആത്മാവാം ദൈവമേ വരണേ, പാടിക്കേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പാടിയോ? അതെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി അങ്ങനെ നമ്മിൽ നിറയപ്പെടണം. അപ്പൊ നമ്മൾ എന്താണ് പഠിച്ചത്? പേടിച്ചരണ്ട, ശിഷ്യന്മാരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ശക്തി കിട്ടി അല്ലെ? എനർജി കിട്ടി അല്ലെ? ഇനി നമ്മളോട് ടീച്ചേഴ്സ് കുറെ ഹോംവർക്ക് തന്നു വിട്ടിട്ട് ചെയ്യാൻ പറഞ്ഞു. നമുക്കത് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ഒരു പേടി പോലെ. പക്ഷേ ഇനി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ആര് നമ്മുടെ കൂടെയുണ്ട്? നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളെ നയിക്കും, പഠിപ്പിക്കും, നമുക്കറിയില്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ പരിശുദ്ധാത്മാവ് ചെയ്തു തരും. നമ്മള് പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കണം. അപ്പോ പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു ശിഷ്യന്മാര്. അപ്പോ പരിശുദ്ധ അമ്മയാണ് അവരുടെ അടുത്ത് നിന്ന് അവരെ ശക്തിപ്പെടുത്തിയത്, പഠിപ്പിച്ചത്.
പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അവരെ ഒരുക്കിയത്. അപ്പോ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് നമ്മളും ആരോട് പ്രാർത്ഥിക്കണം? പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എന്താണ്? പരിശുദ്ധ അമ്മയെ കൂട്ടുനിർത്തി ജീവിക്കുവാനും ഈ ശിഷ്യന്മാരെ പോലെ തന്നെ മാതാവിനോട് ചേർന്ന് നിന്ന് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും നമ്മൾ പഠിക്കണം, അല്ലെ? ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ എന്തിനാ മരുന്ന് കഴിക്കുന്നേ? നമുക്ക് എനർജി കിട്ടാനല്ലേ? അപ്പൊ നമ്മുടെ ക്ലാസ്സിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ ക്ലാസ്സിന്റെയും അവസാന ഭാഗത്തോട്ട് നമ്മൾ അടുത്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ആഴ്ചക്ക് വേണ്ടി അല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ എനർജി നിലനിൽക്കാൻ ഒരു ടാബ്ലറ്റ്, ഒരു മരുന്ന് കഴിച്ചാലോ? നമ്മള് ഈ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ശിഷ്യന്മാരുടെ മേല് ഇറങ്ങി വന്ന ആ സൂപ്പർ ഗിഫ്റ്റ് എന്താണല്ലേ പഠിച്ചത്? ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്ന ആ സൂപ്പർ ഗിഫ്റ്റ് ആണ് പരിശുദ്ധാത്മാവ്. അപ്പൊ ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. അടുത്ത ആഴ്ച കൊണ്ട് നിർത്തരുത്. വീണ്ടും എപ്പോഴും ഒരു ടാബ്ലറ്റ് പോലെ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഇങ്ങനെ വെറുതെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിറയും. ഇനി നമുക്ക് 2 ചോദ്യത്തിനുള്ള ഉത്തരം കൂടി നോക്കിയാലോ? പന്തക്കുസ്താ ദിനം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് എന്താണ്? പന്തക്കുസ്താ ദിനം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവ് സ്ലേഹന്മാരുടെ മേൽ എഴുന്നള്ളി വന്നതിനെയാണ് പന്തക്കുസ്താ ദിനം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്, അല്ലെ? ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഏത് രൂപത്തിലാണ് സ്ലേഹന്മാരുടെ മേൽ എഴുന്നള്ളി വന്നത്? അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകളുടെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് സ്ലേഹന്മാരുടെ മേൽ എഴുന്നള്ളി വന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മാത്രമേ പഠിച്ചുള്ളൂ. പരിശുദ്ധാത്മാവ് സ്ലേഹന്മാരുടെ മേൽ എഴുന്നള്ളി വന്നു എന്ന് പന്തക്കുസ്താ ദിനം. അപ്പോൾ അവര് ശക്തി പ്രാപിച്ചു. 3000-ഓളം പേരാണ് അന്നത്തെ ദിവസം തന്നെ. ഈ പേടിച്ചരണ്ട ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോ ഭയങ്കര എനർജിയായി. എനർജി കിട്ടിക്കഴിഞ്ഞപ്പോ അവരങ്ങോട്ട് ഈശോയെ പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അന്നത്തെ ദിവസം തന്നെ 3000-ഓളം പേരാണ് മാമോദീസ മുങ്ങി ഈശോയെ സ്വീകരിച്ചത്. അപ്പൊ നമ്മളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി സ്ലീഹന്മാരുടെ മേലെ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു, അവരെ ശക്തിപ്പെടുത്തി നയിച്ചു. ഇനി നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ? എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നത്? അതും ഒരു സസ്പെൻസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പൊ ഈ പരിശുദ്ധാത്മാവാകുന്ന ഗിഫ്റ്റ് എന്റെ ഉള്ളിൽ ഉണ്ടെന്ന് അറിയാലോ. അതെങ്ങനെ വന്നു എന്ന് പഠിക്കാനായിട്ട് നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാം. അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനുള്ള ദാഹം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായി വരട്ടെ കേട്ടോ. കുഞ്ഞുമക്കള് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പിടിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ഉള്ളിലും ഉണ്ട് എന്ന് ഞങ്ങൾ പഠിച്ചു. ഇനി അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ എങ്ങനെ നിറഞ്ഞു, ഞങ്ങളെ എങ്ങനെ നയിക്കുന്നു, പഠിപ്പിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കുവാനുള്ള കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പിന്നെ ഒരു കാര്യം കൂടി, നമ്മള് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പൊ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് എങ്ങനെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു എന്നുള്ളത്. അപ്പോ ഒരു കാര്യം ചെയ്യണം, നമ്മുടെയൊക്കെ തൈലാഭിഷേകം അല്ലെങ്കിൽ മാമോദീസ തീയതി എന്നാണ് എന്ന് പപ്പയോടും മമ്മിയോടും ഒക്കെ ചോദിച്ചിട്ട് അതൊന്ന് എഴുതി ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണേ. അപ്പൊ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.